കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മാൻ മുണ്ടക്കയം യൂണിറ്റിന്റെ ശ്രമഫലമായി മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ECHSM പാനലായി പ്രഖ്യാപിച്ചതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം MMT ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ബ്രിഗേഡിയർ MD ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ബഹുമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു പ്രത്യേക ദിവസം, പ്രത്യേകിച്ച് ഈ മുണ്ടക്കയം ഭാഗത്തുള്ള എക്സ് സർവീസ്മാർക്ക് ഇന്ന് ഈ ഹോസ്പിറ്റൽ നമുക്ക് ചെയ്തു തരുന്ന ഈ ഒരു വലിയ സഹായം നമുക്കെല്ലാവർക്കും അഭിമാനപൂർവ്വം ഓർക്കേണ്ട ഒരു ദിവസമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എന്താ ഹോസ്പിറ്റലിൽ നമുക്കൊരു ഉപകാരം ചെയ്തു തരുന്നതല്ലോ, നമുക്ക് അർഹതപ്പെട്ട ചില ട്രീറ്റ്മെന്റിന്റെ സൗകര്യങ്ങളുടെ ഹോസ്പിറ്റലിൽ തരേണ്ടതാണല്ലോ എന്ന് നമുക്കെല്ലാവരും ചിന്തിക്കാം. ഞാൻ പറഞ്ഞത് വെറുതെ പറയുന്നതല്ല. കാരണം ECHS ഏകദേശം 4 വർഷം 5 വർഷം വർക്ക് ചെയ്ത ശേഷം ECHS എന്ന് പറയുന്ന ഈ മഹത്തായ സംരംഭത്തിന്റെ വളരെയധികം കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു സർവീസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ഡിപ്പെൻഡൻസ് നമ്മുടെ നാടിന്റെ ഒരു പൊതു സ്വത്താണ്. അതാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. ഒരു എക്സ് സർവീസ്മാൻ അവരുടെ 16 വയസ്സിൽ പട്ടാളത്തിൽ ചെയ്യുകയും ചില ആൾക്കാർ 30-40 വയസ്സിൽ റിട്ടയർ ആയി വരികയും ചില ആൾക്കാർ ഞങ്ങളെപ്പോലൊക്കെ 58 വയസ്സ് വരെ സേവനം ചെയ്യുകയും ചെയ്ത ശേഷം പുറത്തു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു വ്യത്യസ്തരായ ആൾക്കാർ, നമ്മളുടെ കുടുംബവും അതുപോലെയാണ്. കാരണം നമ്മുടെ കാഴ്ചപ്പാട് അതുപോലെയാണ്, നമ്മുടെ ട്രെയിനിങ് അതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ സ്വപ്നങ്ങളും നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഐഡിയാസും ഒക്കെ ഫോം ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ പട്ടാളത്തിലാണ്, നമ്മൾ പട്ടാളത്തിന്റെ രീതിയിലാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പൊ ഈ പൊതു സമൂഹത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഈ സമൂഹത്തിലേക്ക് എഴുതി ചേരാനായിട്ട് നമുക്ക് അധികം പെട്ടെന്ന് ഇത്ര എളുപ്പമില്ല. അത് നമ്മുടെ കുഴപ്പമില്ല. കാരണം നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും നമ്മൾ വളർന്നു വരുന്ന പശ്ചാത്തലത്തിന്റെയും വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ 40-50 വയസ്സ് 60. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KT അബ്രഹാം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ആന്റണി ജോസഫ് കോഴിമല സ്വാഗതം ആശംസിച്ചു. MMT ഹോസ്പിറ്റൽ ഡയറക്ടർ റവറൻഡ് ഫാദർ സോജി കനാലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത, എൻ്റെ അധ്വാനമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ അപ്പൻ ഒരു സൈനികനായിരുന്നു എന്ന കാര്യത്തിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. അതും യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ചരിത്രമൊക്കെ അപ്പം പറയുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് അത് എപ്പോഴും ഉണ്ട് എന്നതാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുകയാണ് എന്ന് സാറ് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 6 വർഷമായി ഞാൻ ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു. കാരണം എൻ്റെ അപ്പൻ തന്നെയാണ് ആദ്യം എന്തെങ്കിലും ഇങ്ങനെ ഹോസ്പിറ്റൽ, ഒരു ECHS ഹോസ്പിറ്റൽ ആകണം എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് അക്കാര്യത്തിലേറെ സന്തോഷവും അഭിമാനവും. ഞങ്ങൾക്ക് നല്ല സർവീസ് നിങ്ങൾക്ക് തരാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു. എപ്പോഴും നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരാം. ഞാനും എൻ്റെ അപ്പനൂടെ എല്ലാ ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ പോളിക്ലിനിക്കുകളിലൊക്കെ എപ്പോഴും പോയിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് എനിക്ക് അറിയാം. നിങ്ങളെ ഹൃദയപൂർവ്വം ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VT ചാക്കോ, ജില്ലാ വൈസ് പ്രസിഡന്റ് NJ ചെറിയാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദീപു പുത്തൻപുരിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ജെബിൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടക്കയം യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജോസഫ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. മുണ്ടക്കയം മേഖലയിലെ എക്സ് സർവീസ്മാൻമാരും കുടുംബ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.